സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന ആശാപ്രവർത്തകരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടു. നടന്നത് പേരിനൊരു ചർച്ച മാത്രമായിരുന്നു എന്ന ആശാപ്രവർത്തകർ. ഓണറേറിയം വർധന അടക്കമുള്ള ആവശ്യങ്ങളൊന്നും തന്നെ ചർച്ചയായില്ല. നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരവുമായി ആശാപ്രവർത്തകർ മുന്നോട്ടു പോവുകയാണ്. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്നും സൂര്യഗായത്രിയുണ്ട്. സൂര്യ, ഇന്ന് രണ്ട് ചർച്ചകളാണ് നടന്നത്. ആദ്യത്തേത് നാഷണൽ ഹെൽത്ത് മിഷൻ ഡയറക്ടറുമായും അതിനുശേഷം ആരോഗ്യമന്ത്രിയുമായി നേരിട്ട് തന്നെയും. രണ്ട് ചർച്ചകളും പരാജയത്തിലാണ് കലാശിച്ചത്. ആശാ വർക്കർമാർ സമരവുമായി മുന്നോട്ട് പോവുക തന്നെയാണ്. ഒരു സമവായത്തിനുള്ള വാതിൽ അടയുകയാണോ? അങ്ങനെ തന്നെ കരുതേണ്ടി വരും അതുല്യ. രാപ്പകൽ സമരം തുടങ്ങി 38ാമത്തെ ദിവസം, അതായത് ഇന്ന് വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ രണ്ട് തവണയാണ് ആശാപ്രവർത്തകരെ തേടിയെത്തിയതും അത് അതേ വേഗതയിൽ തന്നെ കെട്ടണഞ്ഞു പോകുന്ന കാഴ്ചയുമാണ് നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. 12:30 മണിയോടുകൂടിയാണ് NHMന്റെ നേതൃത്വത്തിൽ ആശാപ്രവർത്തകരെ ഒരു ചർച്ചയ്ക്കായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ ചർച്ച പരാജയപ്പെട്ട് നിറകണ്ണുകളോടെയാണ് ആശാപ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നത്. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിന്മേൽ യാതൊരുവിധ അനുകൂല നിലപാടും NHMന്റെ നേതൃത്വത്തിൽ പരിഗണിക്കാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. തുടർന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായിട്ട് ചർച്ച നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം ഒരുക്കി നൽകാമെന്ന് NHM ഡയറക്ടർ തന്നെ ആശാപ്രവർത്തകർക്ക് ഒരു നിർദ്ദേശം നൽകുകയും ഒരു കാര്യം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ചർച്ചയ്ക്ക് ശേഷം തിരികെ സമരവേദിയിലേക്ക് മടങ്ങിയെത്തിയ ആശാപ്രവർത്തകർ വലിയ രീതിയിലുള്ള രോക്ഷപ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളത് തന്നെയാണ്. MG റോഡിലൂടെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം ആശമാർ നടത്തി. പിന്നാലെയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു ചർച്ച. അത് നിയമസഭയിൽ ഉടൻ തന്നെ ചേരുമെന്നുള്ള അറിയിപ്പ് ആശമാർക്ക് നൽകിയത്. തുടർന്ന് 3 മണിയോടുകൂടി ആശാപ്രവർത്തകർ നിയമസഭയിലേക്ക് പോകുന്നു. മന്ത്രിയുമായിട്ടുള്ള ചർച്ച ആരംഭിക്കുന്നു. ആ ചർച്ചയിലും നിറഞ്ഞ ഒരു പ്രതീക്ഷ ആശാപ്രവർത്തകർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആശാപ്രവർത്തകരും അതുപോലെ തന്നെ അവരുടെ സമരത്തിന് നേതൃത്വം നൽകുന്ന കുറച്ചു പേരുമാണ് ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴും സമരവേദിയിൽ പ്രതീക്ഷയോടെ മറ്റ് ആശാവർക്കർമാർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മന്ത്രിയുമായിട്ട് നടത്തുന്ന രണ്ടാമത്തെ ചർച്ചയാണ് ഇന്നിപ്പോൾ നിയമസഭയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഈ ചർച്ചയിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു അനുകൂല തീരുമാനം ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആശാവർക്കർമാർ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ മന്ത്രിയുമായിട്ട് നടത്തിയ രണ്ടാമത്തെ ചർച്ചയും പൂർണ്ണ പരാജയമാണ് എന്നുള്ളതാണ് തിരിച്ചതിന് ശേഷം വന്ന ആശാവർക്കർമാർ പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. പേരിനൊരു ചർച്ച എന്ന രീതിക്ക് മാത്രമാണ് മന്ത്രി ചർച്ച വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഈ നിലവിൽ ഉന്നയിക്കുന്ന രണ്ട് അടിസ്ഥാന ആവശ്യങ്ങളുണ്ട്. അതിലൊന്ന് വിരമിക്കൽ ആനുകൂല്യമായിട്ട് 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക, അതുപോലെ തന്നെ ഓണറേറിയം വർദ്ധിപ്പിക്കുക. ഈ രണ്ട് ആവശ്യങ്ങളും മന്ത്രിക്ക് മുന്നിൽ മുന്നോട്ട് വെച്ചെങ്കിലും അതിനൊരു അനുകൂല നിലപാട് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നും സമരം തങ്ങൾ ശക്തമായിട്ട് തുടരുമെന്നുമുള്ളതാണ് ആശാപ്രവർത്തകർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മന്ത്രി നടത്തിയ ഒരു പ്രതികരണം എന്നുള്ളത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആശമാരെ മന്ത്രി തന്നെ നേരിട്ട് വിളിച്ച് ചർച്ച നടത്തുന്നത് എന്നുള്ളതാണ്. അതിൽ ഓണറേറിയം പെട്ടെന്ന് തന്നെ 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ഈ സമരത്തിൽ ആശമാർ ഉന്നയിക്കുന്ന ഒരു ആവശ്യം. പക്ഷേ അത്തരത്തിൽ പൊടുന്നനെ 3 ഇരട്ടിയായിട്ട് ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം പ്രായോഗികമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയല്ല സംസ്ഥാന സർക്കാർ കടന്നു പോകുന്നത് എന്നുള്ളതാണ് മന്ത്രി ആശാപ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരിനുമുള്ളത്. അത് വർദ്ധിപ്പിക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന്റേതാണ് എന്ന് മന്ത്രി പറയുമ്പോഴും അത് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ചില അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് പതിയെ ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്നുള്ളതാണ് ആശമാരോട് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് കുറച്ച് സമയം കൊടുക്കണം. അതിനു മുമ്പായിട്ട് സമരത്തിൽ നിന്ന് പിൻവാങ്ങി തിരിച്ചു പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രി ആശമാരുമായിട്ടുള്ള ചർച്ച തുടങ്ങിയത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മറ്റൊന്ന് വിരമിക്കൽ ആനുകൂല്യമായിട്ട് 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അതിനും ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. നിലവിൽ പെട്ടെന്ന് അത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്താനുള്ള സാഹചര്യത്തിലൂടെ അല്ല സംസ്ഥാന സർക്കാർ കടന്നു പോകുന്നത് എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്രയും വെയിലത്ത് ഈ ആശമാർ വെയിലത്തും മഴയത്തും ആശമാർ ഇങ്ങനെ സമരം ചെയ്തത് അത് ഭയങ്കര വിഷമകരമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. അതുകൊണ്ടാണ് അവരോട് സമരം അവസാനിപ്പിച്ച് പോവുക, ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ സാവകാശം ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുക്കാം എന്നുള്ളത് അറിയിച്ചു എന്നുള്ളതാണ് മന്ത്രി വീണ
ജോർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മറ്റൊന്ന്, കേന്ദ്രത്തിന്റെ ഭാഗത്ത് ആശമാർക്കെതിരെ സ്വീകരിക്കുന്ന നിലപാടിൽ ഒരു മാറ്റം വരണം എന്നുള്ളതാണ് മന്ത്രി വീണ്ടും ആവർത്തിച്ച് പറയുന്നത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും സന്നദ്ധ പ്രവർത്തകരായിട്ടാണ് ആശാപ്രവർത്തകരെ കേന്ദ്ര സർക്കാർ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആശാപ്രവർത്തകർ എന്ന രീതിക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും സന്നദ്ധ പ്രവർത്തകർ എന്ന വിളിപ്പേര് കൊണ്ട് അവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിർവചനത്തിൽ ഒരു മാറ്റം വരേണ്ടതായിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തകർ എന്നതിൽ നിന്ന് ആശാപ്രവർത്തകരിലേക്ക് അവർക്കൊരു മാറ്റം വരേണ്ടതായിട്ടുണ്ട്. അതിൽ ഒരു ചർച്ച അനിവാര്യമാണെന്നും ഉടൻ തന്നെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച താൻ നടത്തുമെന്നും അതിന് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞു എന്നുള്ളതുമാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഉടനെ കണ്ട അക്കാര്യത്തിൽ ഒരു ചർച്ച നടത്തി തീരുമാനത്തിലെത്തുമെന്നുള്ളത് മന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഉന്നയിക്കുന്ന അടിസ്ഥാന ആവശ്യങ്ങളിൽ മേൽ ഒരു അന്തിമമായിട്ടുള്ള തീരുമാനം, ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം സർക്കാരിന് എടുക്കാനോ അത് ആശാപ്രവർത്തകരെ അറിയിക്കാനോ കഴിയാത്ത സാഹചര്യമാണ് ഇന്ന് ചേർന്ന 2 യോഗങ്ങളിലും ഉണ്ടായത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആശാപ്രവർത്തകർ അതിശക്തമായി അവരുടെ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്നിപ്പോൾ രാപ്പകൽ സമരം തുടങ്ങി 38ാമത്തെ ദിവസമാണ്. 39ാമത്തെ ദിവസമായ നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് ആശാപ്രവർത്തകർ കടക്കുകയാണ്. ഈ 2 അടിസ്ഥാന ആവശ്യങ്ങളിൽ മേലും ഒരു അനുകൂല നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള നിലപാട് ആശാപ്രവർത്തകർ ഉറച്ചു നിൽക്കുന്നു. സമരം അതിശക്തമായിട്ട് ആശാപ്രവർത്തകർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സംസ്ഥാന സർക്കാരിനുള്ളത് എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി മറുപക്ഷത്ത് ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. എത്തരത്തിൽ ആശാപ്രവർത്തകരുടെ സമരം ഇനി അവസാനിപ്പിക്കാൻ കഴിയും എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ട് സർക്കാരിന്റെ ഭാഗത്തും ഒരു മറുപടി ഇല്ലാത്ത സാഹചര്യമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇനി ഒരു ചർച്ചയ്ക്ക് സ്കോപ്പ് ഉണ്ടോ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത ഇല്ല എന്നുള്ളതാണ്. എന്തായാലും സമരം ശക്തമായിട്ട് കൊണ്ടുപോവുക തന്നെയാണ് ആശാപ്രവർത്തകർ. നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തും.